ആദ്യമായിട്ട് അയക്കുന്നു. എനിക്ക് പള്ളി പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ പറയണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റു പലരും പള്ളിക്കകത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് വന്നതെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നു. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും എന്നാണ് ഈശോ പറയുന്നത്. ദേവാലയത്തിൽ ഈശോ ഉണ്ട് എന്നുള്ളൊരു വലിയൊരു അറിവാണ് ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ നമ്മളെ കൊണ്ട് ചെന്ന് ഇരുത്തുന്നതും മുട്ടുകുത്തിക്കുന്നതും. പക്ഷെ നമ്മുടെ ഇൻറ്റൻഷൻ ഈ ദേവാലയത്തിൽ വന്നിട്ട് കാണേണ്ടവനെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു വേദന ഒരുപക്ഷെ ഞാനിന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായി. അതുകൊണ്ട് പള്ളിയിൽ വരുമ്പോൾ നിങ്ങളെ കാണുന്നവനെയും നിങ്ങൾ കാണേണ്ടവനെയും നിങ്ങൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നത് പോലെ ഉള്ളിൽ ദേവാലയം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ക്രിസ്മസ് നമ്മളെ ശരിക്കും ഉള്ളിൽ പിറക്കുന്ന ഉള്ളിലുള്ള ഈശോയെ അറിയാനായിട്ട് സാധിക്കട്ടെ. പള്ളി കുറച്ചും കൂടെയൊക്കെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ കേട്ടോ. ഏശയ്യാ 56 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും.